നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതം പരിശോധിച്ച് നോക്കിയാൽ ചില സമയങ്ങളിൽ അവർക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നു. ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ അവരുടെ പ്രാർത്ഥനകൾ കൊണ്ട് ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകതകൾ ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യാസം ഉള്ളതായിരിക്കും. ഈശ്വരനോടുള്ള പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ ഫലസിദ്ധി വന്നു ചേരുന്ന സമയം അവരുടെ ഏറ്റവും അനുകൂലമായ സമയം പിറക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഓരോ ദിവസവും തുടങ്ങുന്ന അനുകൂലമായ സ്ഥിതികൾ ഓരോ നക്ഷത്രക്കാർക്കും വിഭിന്നമാണ്. പ്രാർത്ഥനകൾ ഈശ്വരനോട് അടുക്കുകയും ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ ഈശ്വരന്റെ സാന്നിധ്യം ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പല വിധത്തിലും പ്രവർത്തിക്കുന്നു. ഇതുവരെ അനുഭവിച്ച ജീവിത ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ ഇടവരുതരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന മനസ്സിൽ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓരോ പുതിയ പ്രതീക്ഷകളും വച്ചു പുലർത്താൻ ഓരോ മാസത്തിന്റെ തുടക്കത്തിലും ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കും. ചിലർക്ക് ഉയർച്ചകൾ, ചിലർക്ക് ദോഷദുരിതങ്ങൾ അനുഭവിക്കുന്ന മനസ്സിന് പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളും, ചിലർക്ക് ഓരോ മാസവും ജീവിതത്തിൽ ഒരു തരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ ഇല്ലാതെ കടന്നു പോകുന്നു. ചിലർക്ക് സംഭവബഹുലമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ജീവിതം ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത് നാളെ നല്ലത് സംഭവിക്കും എന്നുള്ളതാണ്. കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ കഴിഞ്ഞുപോയ ജീവിത ദുഃഖങ്ങളും പരാജയങ്ങളുമൊക്കെ ഇനി അങ്ങോട്ട് ഇവരെ ഏശാൻ പോകുന്നില്ല. തിരിഞ്ഞു നോക്കിയാൽ പോലും അതിൻ്റെ കാരണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. കാരണം ഇവർക്ക് ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് വന്നു ചേരുന്നത്. കുതിച്ചുയരാൻ പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് സാമ്പത്തിക ഭദ്രതയും ഈശ്വര കടാക്ഷവും കുടുംബപരമായിട്ടുള്ള നേട്ടവും ശാരീരിക സൗഖ്യവുമൊക്കെ വന്നു ചേരുന്ന അവസ്ഥകൾ തന്നെയാണ്. കുടുംബത്തിൽ രൂപപ്പെടുന്ന ബന്ധങ്ങൾ ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ചില ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും സാന്നിധ്യവും അനുകൂലമായ സുവിശേഷവും ഒക്കെ വെച്ച് ചേർന്നുകൊണ്ട് ഭാഗ്യസ്ഥാനം കൈയാളുന്ന ചില നക്ഷത്രക്കാർ, ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സുവിശേഷം ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്രക്കാർ വളരെ അനുകൂലമായി നിൽക്കുകയും ഏറ്റവും അനുകൂലമായ രീതിയിൽ അവരുടെ ജീവിതം കടന്നു പോവുകയും ചെയ്യുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും വ്യാഴത്തിന്റെയും കേതുവിന്റെയും ചന്ദ്രന്റെയും ഒക്കെ അനുകൂലമായ സുവിശേഷം ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വ്യത്യസ്ത രീതിയിൽ പ്രതിഫലിക്കുന്നു. അനുകൂലമായ രീതിയിൽ എത്തിച്ചേരുന്ന ചില നക്ഷത്രക്കാർ അവർക്ക് അത്ഭുതം തന്നെ വന്നു ചേരും. അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള അവസ്ഥകൾ, ഭാഗ്യവും സമ്പത്തും നേട്ടവും ഒക്കെ വന്നു ചേരുന്നു. ഈശ്വരകാരകത്വം വഹിക്കുന്ന വ്യാഴം വളരെ അനുകൂലമായി നിൽക്കുകയും സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്ന അനുകൂല സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ധനകാരകത്വമുള്ള ശുക്രന്റെ സ്ഥിതിയും വളരെ ശ്രേഷ്ഠമായി കാണുന്നു. സമ്പത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങൾ അനുകൂലമായ രാശിയിൽ വന്നു ചേരുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് രാജയോഗം തുല്യമായ സാഹചര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയാം. കർമ്മ ഗുണവും ലക്ഷ്മി കടാക്ഷവും ധന സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ശനിയുടെ അനുകൂലമായ ഭാവങ്ങൾ, അനുകൂലമായ സ്ഥിതികളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദൈവികമായ കടാക്ഷവും അനുഗ്രഹവും ഒക്കെ കൊണ്ടുവരും. കർമ്മഗുണം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാർ, അപൂർവങ്ങളിൽ അപൂർവമായ നേട്ടങ്ങൾ കൈവരുന്ന നക്ഷത്രക്കാർ, ഇവരുടെ ജീവിതത്തിൽ രൂപപ്പെടുന്ന സാഹചര്യം വലിയ തോതിലുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സ്ഥിതിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഏറ്റവും അനുകൂലമായ സ്ഥിതിയിലെത്തുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സ്വപ്ന തുല്യമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക നേട്ടം ഇവർക്ക് വന്നു ചേരുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഉറപ്പായും ലഭിക്കാൻ പോകുന്നത് വളരെ നേട്ടങ്ങൾ വന്നു ചേരുന്ന, ധനസമൃദ്ധി വന്നു ചേരുന്ന, വലിയ കുതിപ്പുകൾ ഉണ്ടാകുന്ന, സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും
കടങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. എല്ലാത്തിൽ നിന്നുള്ള ഒരു മോചനം ഇവർക്ക് വന്നു ചേരും. ഇവർക്ക് അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന, മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ്. പല സാഹചര്യങ്ങളിലൂടെ ഇവർക്ക് പണം വന്നു ചേരും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. വലിയ ലാഭമൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു. ബിസിനസ്സിലൊക്കെ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്നു. കർമ്മരംഗത്ത് കർമ്മഗുണം ഉണ്ടാകുന്ന ഇവർ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്ന, വലിയ അംഗീകാരവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പ്രൊമോഷൻ, ട്രാൻസ്ഫർ ഇത്യാദി കാര്യങ്ങൾ വലിയ രീതിയിൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് വിദേശവാസം വന്നു ചേരുന്നതിനും വലിയ തോതിലുള്ള ഉയർച്ചകൾ സംഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവർക്കുണ്ടാകും. എല്ലാവിധ തടസ്സങ്ങൾ മാറുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. എല്ലാ തടസ്സങ്ങൾ മാറിപ്പോകുന്ന ഒരു സമയമായതുകൊണ്ട് ഇവർക്ക് രാജയോഗ സമാനമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കും ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന, ബുദ്ധിമുട്ടുകൾ മാറി ഏറ്റവും അനുകൂല ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന സമയമാണ്. രാജകീയ പദവിയോടുകൂടി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ഭദ്രത ഇവർക്ക് വന്നു ചേരുന്നു. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു. ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഇവർക്ക് ഏറ്റവും അനുകൂലമായ സ്ഥിതിയിൽ ഇവർ എത്തിച്ചേരുന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്ന ഒരു സമയം. അനുകൂലമായ സ്ഥാനത്ത് ഗ്രഹസ്ഥിതിയുടെ അനുകൂലമായ ഭാവങ്ങൾ വന്നു ചേരുമ്പോൾ ഭൗതിക സുഖങ്ങളൊക്കെ ഇവരെ തേടിയെത്തുന്നു. വീട് ഇല്ലാത്തവർക്ക് വീട് സ്വന്തമാക്കാനുള്ള അവസരവും, സ്വന്തമായൊരു വാഹനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഏറ്റവും ഉത്തമമായിട്ടുള്ള അനുഗ്രഹീതമായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ഇവർക്ക് സാധിക്കും. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. മഹാഭാഗ്യം, മഹാഐശ്വര്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ്. ഇവർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സാധിക്കും. തടസ്സങ്ങൾ എല്ലാം മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്ന സമയം കൂടിയാണ്. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി തൊഴിൽ ലഭിക്കാനുള്ള ഒരു യോഗം ഈ ഒരു അവസരത്തിൽ ഇവർക്ക് വന്നു ചേരും. കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ മാറുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ്. വിവാഹ പ്രായമെത്തിയ ആളുകൾക്ക് അനുകൂലമായ വളരെ നല്ല ആലോചനകൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അതിലൂടെ വിവാഹം നല്ല രീതിയിൽ നടക്കുന്ന ഒരു സമയമാണ്. ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഇവരുടെ പ്രാർത്ഥനകൾക്ക്, വഴിപാടുകൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ സ്ഥിതിവിശേഷം വന്നു ചേരുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്നു. സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു. കടബാധ്യത അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ വലിയ വെളിച്ചം ലഭിക്കുകയും കടങ്ങൾ തീർക്കുന്നതിനും സാമ്പത്തിക ഭദ്രതയും ധനം, സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. അതോടൊപ്പം തന്നെ ഈശ്വര കടാക്ഷത്തിലൂടെ നേട്ടങ്ങൾ വലിയ തോതിൽ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യം, പ്രത്യേകിച്ചും ബിസിനസ് പരമായി സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ കുതിച്ചുയരുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നു. സാമ്പത്തിക കടാക്ഷം വന്നു ചേരും. ഈശ്വര കടാക്ഷത്തിലൂടെ സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്ന, ഗവൺമെന്റ് ജോലി സംബന്ധമായിട്ട് ഉള്ള തടസ്സങ്ങൾ മാറി നല്ല വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങളുമൊക്കെ വന്നു ചേരും. സമൂഹത്തിൽ അംഗീകാരം, പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. പുണർതം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന സമയം.
അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഭാഗ്യവർദ്ധനവാണ് ഇവർക്കുണ്ടാകുന്നത്. വ്യവഹാര വിജയം ഇവർക്കുണ്ടാകും. തർക്കങ്ങൾ ഒക്കെ പെട്ടിരിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന സമയമാണ്. ശത്രുദോഷമൊക്കെ മാറും. ശത്രുക്കളുടെ മേൽ വലിയ തോതിലുള്ള വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന വൻ വിജയം തന്നെ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. വരുമാന വർധനമൊക്കെ ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് സമ്പൽ സമൃദ്ധി വന്നു ചേരുന്ന സർവ്വവിധ നേട്ടങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ഭാഗ്യം ഇവർക്കുണ്ടാകുന്നു. സർവകാര്യ വിജയം നേടാൻ പോകുന്ന ആളുകളാണ് ഈ നക്ഷത്രക്കാർ. കർമ്മ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അനുകൂലമായ രീതിയിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതിനും ലാഭം വർദ്ധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായിട്ട് ബിസിനസ് പരമായിട്ട് ഒക്കെ വലിയ സാമ്പത്തിക വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സർവ വിധത്തിലുള്ള നേട്ടങ്ങളും ഇവരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്കും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിരുന്ന ഒരു സമയം മാറി സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. ഈശ്വര കടാക്ഷവും ഇവരുടെ കഷ്ടപ്പാടുകൾ മാറുന്ന ഒരു സാഹചര്യങ്ങളുമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു. ഇവർ തുടർന്നെല്ലാം പൊന്നാക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് എത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് തടസ്സപ്പെട്ടു കിടന്ന മുടങ്ങിക്കിടുന്ന എല്ലാവിധ കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് തുറന്നു കിട്ടുന്നു. വലിയ പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേർന്നു. അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.